പ്രേമം സിനിമയുടെ വ്യാജ പതിപ്പ് കൊല്ലത്തെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകിയവരെ പറ്റി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതായി സൂചന. ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും മുൻപ് തന്നെ നിരവധി പേർക്ക് വ്യാജ പതിപ്പ് ലഭിച്ചിരുന്നതായും ആന്റി പൈറസി സെൽ കണ്ടെത്തി. എന്നാൽ വ്യാജ പതിപ്പിന്റെ ഉറവിടം സംബന്ധിച്ച് ഇനിയും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതേസമയം ഇന്നലെ റിമാൻഡ് ചെയ്ത മൂന്നാം പ്രതി സാദിഖിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ഇന്റർനെറ്റിൽ ആദ്യം അപ്ലോഡ് ചെയ്ത +1 വിദ്യാർത്ഥിക്കും സുഹൃത്തിനും പ്രേമത്തിന്റെ വ്യാജപതിപ്പ് ലഭിച്ചത് മറ്റൊരു പ്രതിയായ സാദിഖ് വശമാണെന്ന് ആന്റി പൈറസി സെൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു. കാനഡയിലുള്ള വ്യാജ IP വിലാസം ഉപയോഗിച്ചാണ് ചിത്രം കൊല്ലത്ത് നിന്നും kikas.com എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത്. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇത് കൊല്ലത്ത് നിന്നാണെന്ന് കണ്ടെത്തിയതോടെയാണ് വിദ്യാർത്ഥികൾ കുടുങ്ങിയത്. എന്നാൽ ഇവർക്ക് പിന്നിൽ വ്യാജ CD ലോബിയുമായി ബന്ധമുള്ള വമ്പന്മാരുണ്ടെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്നതിനാലാണത്രേ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇന്റർനെറ്റിൽ ചിത്രം അപ്ലോഡ് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്നത്. സാദിഖിന് ചിത്രത്തിന്റെ വ്യാജപതിപ്പ് എത്തിച്ചവരെ പറ്റി വ്യക്തമായ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യും മുൻപ് തന്നെ നിരവധി പേർക്ക് പ്രേമത്തിന്റെ വ്യാജപതിപ്പ് ലഭിച്ചിരുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം പകർപ്പ് ചോർന്നത് എവിടെ നിന്നാണെന്നതിനെ പറ്റി ഇനിയും വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല. പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.